അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ അഖായിദ് 11ാമത്തെ ചാപ്റ്റർ. അസ്ലിം തസ്ലം, നീ ഇസ്ലാം സ്വീകരിച്ചാൽ മോക്ഷം ലഭിക്കും എന്നർത്ഥം വരുന്ന പാഠമാണ് വായിക്കുന്നത്. ഈ പാഠത്തില് ഹിർക്കൽ രാജാവും അബൂ സുഫിയാനും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നടന്ന സംഭാഷണമാണ്. ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്നത തറവാട്ടുകാരനാണെന്നും തങ്ങളുടെ ജീവിതം സംശുദ്ധമാണെന്നും പ്രബോധന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടി അല്ലായിരുന്നുവെന്നും പൂർവ്വവേദങ്ങളിൽ നബിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായി. നമുക്ക് വായിക്കാം. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിർക്കൽ രാജാവിന് കത്തയച്ചു. കത്ത് കിട്ടിയ രാജാവ് നബി തങ്ങളുടെ നാട്ടുകാർ എന്ന നിലയിൽ അപ്പോൾ ശരിയിലുണ്ടായിരുന്ന അബൂ സുഫിയാനെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. രാജാവും അബൂ സുഫിയാനും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. അതിങ്ങനെയായിരുന്നു: ഹിർക്കൽ, നിങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ തറവാട് എങ്ങനെയാണ്? അബൂ സുഫിയാൻ: ഉന്നത തറവാട്ടുകാരനാണ്. ഹിർക്കൽ: പ്രവാചകന്മാർ എങ്ങനെയാണ്? ഉന്നത കുലത്തിലാണ് പിറക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുമ്പ് ഈ വാദം ഉയർത്തിയിട്ടുണ്ടോ? അബൂ സുഫിയാൻ: ഇല്ല. ഹിർക്കൽ: മുമ്പാരെങ്കിലും ഉന്നയിച്ചിരുന്നുവെങ്കിൽ ആ വാദം പിന്തുടരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ രാജാക്കന്മാരുണ്ടോ? അബൂ സുഫിയാൻ: ഇല്ല. ഹിർക്കൽ: അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ അധികാരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞേനെ. അദ്ദേഹത്തെ പിന്തുടരുന്നത് ഉന്നതരോ ദുർബലരോ? അബൂ സുഫിയാൻ: ദുർബലർ. ഹിർക്കൽ: ദുർബലരാണ് നബിമാരെ പിൻപറ്റാറുള്ളത്. അവർ കൂടുകയാണോ കുറയുകയാണോ? അബൂ സുഫിയാൻ: കൂടുകയാണ്. ഹിർക്കൽ: ഈമാൻ കാര്യം അങ്ങനെയാണ്, പൂർണ്ണമാകും വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ മതത്തിൽ ചേർന്ന് ആരെങ്കിലും പിന്നെ അത് വെറുത്ത് പിന്മാറുന്നുണ്ടോ? അബൂ സുഫിയാൻ: ഇല്ല. ഹിർക്കൽ: ഈമാനിന്റെ ആനന്ദം ഹൃദയത്തിൽ കലർന്നാൽ അങ്ങനെയാണ്. അദ്ദേഹം കളവ് പറയുമെന്ന വല്ല ഓഹം നിങ്ങൾക്കുണ്ടോ? അബൂ സുഫിയാൻ: ഇല്ല. ഹിർക്കൽ: ജനങ്ങളെക്കുറിച്ച് കളവ് പറയാത്തവൻ അല്ലാഹു തആലയെ കുറിച്ച് കളവ് പറയില്ലെന്ന് എനിക്കറിയാം. അദ്ദേഹം വഞ്ചിക്കുമോ? അബൂ സുഫിയാൻ: ഇല്ല. ഞങ്ങളിപ്പോൾ അദ്ദേഹവുമായി സന്ധിയിലാണ്, അതിലെന്ത് ചെയ്യുമെന്നറിയില്ല. ഹിർക്കൽ: നബിമാർ അങ്ങനെയാണ്, വഞ്ചിക്കില്ല. നിങ്ങൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? അബൂ സുഫിയാൻ: ഉണ്ട്. ഹിർക്കൽ: ആ യുദ്ധം എങ്ങനെയുണ്ടായിരുന്നു? അബൂ സുഫിയാൻ: യുദ്ധത്തിൽ ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ചിലപ്പോൾ അവരും. ഹിർക്കൽ: അദ്ദേഹം നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത്? അബൂ സുഫിയാൻ: അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവരോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, നിങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വന്ന് വിഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നു. നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും സത്യം പറയാനും സദാചാരം സൂക്ഷിക്കാനും കുടുംബബന്ധം ചേർക്കാനും ഞങ്ങളോട് കൽപ്പിക്കുന്നു. ഹിർക്കൽ: നിങ്ങൾ പറഞ്ഞ് സത്യമാണെങ്കിൽ എന്റെ ഈ കാൽ നിൽക്കുന്ന സ്ഥലം പോലും അദ്ദേഹം അധീനത്തിലാക്കും. ഒരു റസൂൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് നിങ്ങളിൽ നിന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയുമെങ്കിൽ ക്ലേശിച്ചും ഞാൻ എത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നത തറവാട്ടുകാരനാണെന്നും തങ്ങളുടെ ജീവിതം സംശുദ്ധമാണെന്നും പ്രബോധന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടി അല്ലായിരുന്നുവെന്നും പൂർവ്വവേദങ്ങൾ നബിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായി. റോമ സാമ്രാജ്യം പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ദീനതയിൽ വന്നു. അതാണ് ഖുർആൻ. നോക്കൂ: ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ. അതിനർത്ഥം, ഖുൽ നബിയെ തങ്ങൾ പറയുക, യാ അഹ്ലൽ കിതാബി, ഓ വേദക്കാരെ, തആലു ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ പൊതുവായ ഒരു വാക്കിലേക്ക് നിങ്ങൾ വരൂ. അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ, ഞങ്ങൾ അല്ലാഹുവിനെക്കല്ലാതെ ആരാധിക്കൂല. വലാ നുശ്രിക ബിഹി ശൈആ, അവനോട് ഒന്നുമേയും പങ്കു ചേർക്കൂല.
വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ ഞങ്ങൾ പരസ്പരം നാഥന്മാരാക്കുകയില്ല. ഫഇൻ തവല്ലൗ, ഇനി അവർ പിന്തിരികയാണെങ്കിൽ ഫഖൂലു, അവർ പറയണം ഇഷ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് സാക്ഷ്യം വഹിക്കുക എന്നവർ പറയട്ടെ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് തരീബാത്ത് വായിക്കാം. ഒന്ന് നുക്കമ്മിൽ പൂരിപ്പിക്കാം. ഒന്ന്, അതിലൊന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നത തറവാട്ടുകാരനാണ്. 2, ദുർബലരാണ് നബിമാരെ പിൻപറ്റാറുള്ളത്. 3, ഈമാൻ പൂർണ്ണമാകും വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. 4, ജനങ്ങളെക്കുറിച്ച് കളവ് പറയാത്തവൻ അല്ലാഹു തആലയെ കുറിച്ച് കളവ് പറയില്ല. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. 1, അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. ഇത് ആരുടെ എപ്പ പറഞ്ഞു എന്നുള്ളതാണ്. ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. 1, ഹിർക്കൽ രാജാവും അബൂ സുഫിയാനും തമ്മിൽ നടന്ന സംഭാഷണം ഈ 2 കുട്ടികൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറയുന്നത്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങൾ എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കാനാണ്. ആദ്യമായി പ്രസംഗ രൂപത്തിൽ പറഞ്ഞിട്ടാണ് ഇത് പറയേണ്ടത്. ഖുർആൻ അവതരണം ആരംഭിച്ച റമദാൻ മാസത്തിൽ ആ ഗ്രന്ഥ വിഭാവനം ചെയ്യുന്ന സ്വഭാവശാസ്ത്രം പഠിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റ രീതി തന്നെയാണ് നാം പരിശോധിക്കേണ്ടത്. എന്താണ് സ്വഭാവം എന്ന ചോദ്യത്തിന് ഒരനുചരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി ഒരു ഖുർആൻ സൂക്തമായിരുന്നു. നീ വിട്ടുവീഴ്ച മുറുകെ പിടിക്കുക, നന്മ ഉപദേശിക്കുക, അറിവില്ലാത്തവരെ വിട്ട് അഥവാ വിവരക്കേട് കൊണ്ട് തട്ടിക്കയറുമ്പോൾ തിരിഞ്ഞു കളയുക. ഇതേ ചോദ്യമുന്നയിച്ച് മറ്റൊരാളോട് പറഞ്ഞു, നിന്നോട് ബന്ധവിച്ഛേദം നടത്തിയവനോടും നീ ബന്ധം സ്ഥാപിക്കുക, നിനക്ക് അവകാശങ്ങൾ തടഞ്ഞവനും നീ കൊടുക്കുക, നിന്നെ ആക്രമിച്ചവനോട് നീ മാപ്പാക്കുക. ഇതാണ് സ്വൽസ്വഭാവം. ഇനി മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അബൂ സുഫിയാൻ പറഞ്ഞ കാര്യങ്ങൾ സംഗ്രഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നത തറവാട്ടുകാരനാണെന്നും തങ്ങളുടെ ജീവിതം സംശുദ്ധമാണെന്നും പ്രബോധന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടി അല്ലായിരുന്നുവെന്നും പൂർവ്വവേദങ്ങൾ നബിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായി. നബിയെ സ്നേഹിക്കാനും ഇടത്ത് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.